ഗൈസ് മറ്റൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ് ഇന്നത്തെ നമ്മൾ മുട്ട റോസ്റ്റ് ആണ് ആക്കാൻ പോകുന്നത്. അതിനുള്ള പരിപാടിയാണ്. നമ്മൾ കടുകിട്ടിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ സവാള ഇടുക. സവാളയും വെളുത്തുള്ളിയാണ്. വീണ്ടും നമുക്ക് ഇളക്കാൻ തവി എടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കണം. നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട് കുറച്ച്. നമുക്കിനി കരിയാപ്പില ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കാം. കുറച്ചും കൂടി ഇട്ട് കൊടുക്കണം. നമുക്കിനി നന്നായിട്ട് ഇളക്കാം. ഇതിൻ്റെ അകത്തോട്ട് മുളക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തക്കാളി ഇട്ട് കൊടുക്കാം നമുക്ക് ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്കിനി തക്കാളി ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഗൈസ്. നന്നായിട്ട് നമുക്കിനി മൂട വെക്കാം. ഇനി അവിടെ കുറച്ച് നേരം ഇരിക്കട്ടെ ഗൈസ്. നമ്മൾ അടുത്ത് ഇടാൻ പോകുന്നത് മുളക് പൊടിയാണ്. മുളക് പൊടി ആവശ്യത്തിന് ഇടണം. അപ്പോൾ നമുക്കിനി നന്നായിട്ട് ഇളക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. അടുത്ത് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഇടാൻ പോകുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഇട്ടിട്ട് അടുത്ത് നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് പോകുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ഇനി ഗരം മസാലയും കൂടെ ഇട്ട് ഇനി നന്നായിട്ട് ഇളക്കാം. അപ്പോൾ ഗൈസ് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അടുത്ത് നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഗൈസ് എല്ലാം അളവിന് ഇടണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഗൈസ് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഇളക്കുക. കുറച്ചും കൂടെ ഗൈസ് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇളക്കുക. ഇത്ര വെള്ളം മതി ഗൈസ് നമുക്ക്. അപ്പോൾ ഗൈസ് നമ്മൾ ഇളക്കിയിട്ടെല്ലാം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മൂട് വെച്ച് അടിച്ചു വെക്കാം. കുറച്ച് ഇനി മൂട് വെച്ച് അടിച്ചു വെക്കാം. അപ്പോൾ ഗൈസ് നമ്മളിനി ഇളക്കിയപ്പോൾ ഉപ്പ് കുറവാ. അപ്പോൾ ഗൈസ് നമുക്കിനി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഗൈസ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം. നമ്മൾ ഒരു മുട്ട ഇട്ട് കൊടുത്തിട്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കാം. നമ്മൾ ഇളക്കി വെച്ചിട്ടുണ്ട്. ഇത് ഓഫാക്കിയിട്ടുണ്ട് ഗ്യാസ്. പിന്നെ നമുക്കിനി പ്ലേറ്റിൽ ഇട്ടിട്ട് കഴിക്കാം. ഗൈസ് നമ്മൾ മുട്ട ഗ്രേവി സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഴിച്ച് നോക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ഗോതദോശ ഇങ്ങനെ മുറിക്കുക. പിടിക്കുക, കഴിക്കുക. കൊടുക്കുക. നല്ല കളറും ഉണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. എന്ത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ബൈ ബൈ.